ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പശുക്കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു തീറ്റക്രമത്തെക്കുറിച്ച് പറയാനാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനും മടിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. നമ്മൾ ചെറുതിലേ തൊട്ടിട്ട് ഒരു പശുക്കുട്ടിയെ നമ്മൾ വളർത്തി വലുതാക്കി ഒരു അമ്മയാകുന്ന ഒരു സമയം വരെ നോക്കി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മളൊരു പശുക്കുട്ടിയെ വളർത്തി ഇത്രയും വലുതാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണം അവരെ നോക്കാനായിട്ടല്ലേ. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പശുക്കുട്ടികളൊക്കെ ചെറുതിലേ തൊട്ടിട്ട് നമ്മൾ അമ്മപ്പാലൊക്കെ കുടിച്ച് വളർന്ന് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേനും അവർ അത്യാവശ്യത്തിന് വളർച്ച വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ തീറ്റയൊക്കെ കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ പശുക്കൾക്ക് തന്നെ കൊടുക്കുന്ന തീറ്റ ഉണ്ടാവുമല്ലോ, കുറേശ്ശെ ഇട്ടിട്ട് കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് പാലിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. കാരണം കൂടുതലായിട്ട് പാല് കൊടുക്കും തോറും അവരുടെ വയറിന് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ തീറ്റയൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ചൊരു ഏജ് ഒരു 3 മാസമൊക്കെ കഴിയും തോറും നമ്മളിങ്ങനെ നമ്മുടെ തീറ്റ കൊടുത്ത് അവരെ പഠിപ്പിക്കുക. കുറേശ്ശെ തീറ്റ കൊടുത്താൽ മതി. അപ്പോൾ അവർ ആദ്യം തന്നെ ഒന്ന് മടിക്കും, പിന്നെ അവർ തീറ്റ എടുത്ത് തുടങ്ങാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും നല്ല തുടക്കം എന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ നമ്മുടെ ഫാമുകളിലൊക്കെ നമുക്ക് പശുക്കുട്ടികൾക്കായാലും പാലൊന്നും അവർ പാൽക്കുപ്പിയിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മളെപ്പോലുള്ളവർ മാത്രമാണ് സാധാരണ ഒരു ക്ഷീരകർഷകൻ മാത്രമാണ് ഇപ്പോൾ പശുക്കുട്ടികളൊക്കെ കുടിപ്പിക്കുന്നത് തന്നെ. ഇപ്പോൾ പൊതുവെ ഫാമുകളിലൊന്നും കുട്ടികളെ തന്നെ നിർത്തുന്നേ ഇല്ല. കാരണം എല്ലാവരും ഈ മിഷൻ കറവൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ മണപ്പിക്കുന്നത് പോലും പ്രസവിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റി കെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണ കർഷകർക്ക് പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു 3 മാസത്തിന് ശേഷം കുറേശ്ശെ തീറ്റയൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് പഠിപ്പിച്ച് വരും. നമ്മുടെ തീറ്റയായിട്ട് അവരൊന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേശ്ശെ തീറ്റ നമ്മൾ കൊടുത്ത് തുടങ്ങും. പിന്നെ അവർ നന്നായി തീറ്റ എടുത്ത് തുടങ്ങും. അങ്ങനെ കുറേശ്ശെ നമ്മൾ തീറ്റ കൂട്ടി കൊടുക്കുക. പിന്നെ സൊസൈറ്റിയിൽ കുട്ടികൾക്കായിട്ടുള്ള തീറ്റ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങും. അതിന് പരമാവധി എല്ലാ ക്ഷീരകർഷകരും എഴുതി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നല്ല തീറ്റയാണ് കേട്ടോ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല തീറ്റയാണ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന തീറ്റ. അപ്പോൾ നിങ്ങൾ പരമാവധി ആ തീറ്റ കിട്ടാൻ പറ്റാവുന്ന അത്രയും ആൾക്കാർ ആ തീറ്റ വാങ്ങിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളത് സൊസൈറ്റികളിൽ പോയിട്ട് അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 മാസം 7 മാസം തൊട്ടിട്ടാണ് തോന്നുന്നുണ്ട് എഴുതി കൊടുക്കുക. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആ കാര്യം. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് ആ തീറ്റ കിട്ടുകയാണെങ്കിൽ ആ തീറ്റ വാങ്ങിച്ചിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആ തീറ്റ കൊടുക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കുട്ടികൾ നല്ല വളർച്ച എത്തും. അവരുടെ ഗർഭപാത്രത്തിനായാലും അത്യാവശ്യത്തിന് നല്ല വളർച്ചയും ആരോഗ്യമൊക്കെ ഉള്ള നല്ല പശുക്കുട്ടികളായിട്ട് മാറും കേട്ടോ. അപ്പോൾ അവർ നല്ല മേനിയും കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഭംഗി എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള പശുക്കുട്ടികളായി മാറും. അപ്പോൾ ഈ തീറ്റ നമ്മൾ ഈ പശുക്കുട്ടികളെ ചെന പിടിക്കുക. ഒരു 2 വയസ്സ് തൊട്ടിട്ട് ഈ പശുക്കുട്ടികളായാലും പൊളച്ച് തുടങ്ങുമല്ലോ, ആ സമയം വരെ നമുക്ക് ഈ തീറ്റ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ തീറ്റ നമുക്കൊരു പശുക്കുട്ടികൾക്ക് ഒരു ഇന്ന സമയം വരെ കിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പത്തിന് നമ്മളൊരു ചെറിയ പശുക്കുട്ടീനെ മേടിച്ച് നിർത്തുക. അപ്പോൾ ആ പശുക്കുട്ടിക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് ഇവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പശുക്കുട്ടിക്ക് ഒരു ചാക്ക് തീറ്റ ഒന്നും ഒരു മാസത്തേക്ക് വേണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ പശുക്കുട്ടികളൊക്കെ നല്ല ഭംഗി നല്ല മീനും വെച്ച് വരും കേട്ടോ. അപ്പോൾ അതൊരു ചെന പിടിക്കുന്നത് വരെ നമ്മൾ ആ തീറ്റ മാത്രം കൊടുത്താൽ മതി. വേറൊരു ഒറ്റ തീറ്റ നിങ്ങൾ കൊടുക്കണ്ട കേട്ടോ. പുല്ല് കൊടുക്കുക, അങ്ങനെയുള്ള തീറ്റകൾ, അല്ലാണ്ട് നമ്മുടെ വീട്ടിലത്തെ തീറ്റകളൊന്നും കൊടുക്കണ്ട. ഈ ഒരു തീറ്റ മാത്രം കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിക്ക് അവർ മേനി വെച്ച് നല്ലൊരു കുട്ടികളായിട്ട് മാറാനായിട്ട് ഇത് മാത്രം മതി അവർക്ക്. നമ്മുടെ തീറ്റ കൊടുക്കുകയോ ഒന്നും വേണ്ട. ആ തീറ്റ വാങ്ങിച്ചിട്ട് അത് സബ്സിഡി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. സാധാരണക്കാരെ സംബന്ധിച്ച് ഈ സൊസൈറ്റിയിൽ നിന്നൊക്കെ കിട്ടുന്ന തീറ്റ വളരെ നല്ലതാണ്. അപ്പോൾ അവരതൊക്കെ കൊടുത്തിട്ടാണ്, വലിയ ഫാമുകളുള്ളവർ മാത്രമാണ് അങ്ങനത്തെ തീറ്റകളൊന്നും മേടിക്കാണ്ട് പുറമേയുള്ള തീറ്റകളൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ തീറ്റയാണ് കേട്ടോ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന തീറ്റ. അപ്പോൾ നിങ്ങളത് മാത്രം കൊടുത്താൽ മതി. പിന്നെ പുല്ലോ വൈക്കോലോ
എന്തെങ്കിലും കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് പച്ചവെള്ളമൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കഞ്ഞിവെള്ളമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പശുക്കുട്ടികൾക്ക്. അപ്പം തന്നെ അവർ നല്ല മേനി നല്ല ഭംഗിയുള്ള നല്ല മക്കളായിട്ട് വളരും. അപ്പോൾ അതുപോലെ മതിലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മതിലക്ഷണം കണ്ടു കഴിഞ്ഞാലൊന്നും ഇപ്പോൾ കുട്ടികൾ ചെന പിടിക്കണം എന്നൊന്നുമില്ല. രണ്ടാമത്തേലൊക്കെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് മതിലക്ഷണം കണ്ടു കഴിഞ്ഞ് ഗർഭപാത്രമൊക്കെ ഒന്ന് കഴുകി ഒന്ന് വാഷ് ചെയ്യാനൊക്കെ പറയുക ഡോക്ടറുടെ അടുത്ത്. എന്നിട്ട് ഒന്ന് കുത്തി വെച്ച് നോക്കുക. ചിലപ്പോൾ പിടിക്കും, ചിലപ്പോൾ നമ്മുടെ ലക്ക് പോലെ ഇരിക്കുമല്ലോ. എന്ത് കാര്യങ്ങളും അങ്ങനെയാണല്ലോ. അപ്പോൾ രണ്ടാമത്തേന് എന്താ പറയുക പിടിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അവരോട് ചോദിക്കുക ഗർഭപാത്രത്തിൻ്റെ അളവൊക്കെ എങ്ങനെയാണ്, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഗർഭപാത്രമൊക്കെ പൂർണ്ണ രൂപം വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കുത്തി വെച്ചാൽ ചെന പിടിക്കും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന പിടിച്ചു എന്ന് കൺഫേം ആയ ശേഷം പിന്നെ ഒരിക്കലും നിങ്ങൾ കുട്ടിത്തീറ്റ പശുക്കൾക്ക് കൊടുക്കാനേ പാടില്ല കേട്ടോ. പശുക്കുട്ടികൾക്ക് പിന്നെ കുട്ടിത്തീറ്റ കൊടുക്കേ വേണ്ട. പിന്നെ നമ്മുടെ തീറ്റ കുറേശ്ശെ കൊടുത്ത് വളർത്തി എന്താ പറയുക, ഒരു 6 മാസം വരെ നമ്മുടെ തീറ്റ കുറേശ്ശെ കൊടുത്തു തുടങ്ങുക. ഒരു 6 മാസം ആവണേക്കാട്ടി കുറച്ച് മുന്നേ തൊട്ടിട്ട് കുറച്ച് കൂട്ടി കൊടുക്കുക. ഒരു 7 മാസമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക. അത് കേരള ഫീഡ്സും ചോളത്തവിട് അങ്ങനെയുള്ള തീറ്റകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അത് കുറേശ്ശെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നീട് നമ്മുടെ തീറ്റയായിട്ട് അവർക്ക് കൊടുത്തു തുടങ്ങണം. കാരണം കേരള ഫീഡ്സ്, ചോളത്തവിട്, പിന്നെ നമ്മൾ എന്തൊക്കെ തീറ്റ കൊടുക്കണം ഓരോ നാട്ടിലും ഓരോ തരം തീറ്റയാണ് കേട്ടോ. നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് കേരള ഫീഡ്സും പിന്നെ നുറുങ്ങിൻ്റെ ഒരു തവിട് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അത് എന്താ പറയുക, ഈ ഉഴുന്നിൻ്റെ തവിടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഉഴുന്നിൻ്റെ തവിട്, പിന്നെ ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു തീറ്റ കിട്ടുന്നുണ്ട്. ആ തീറ്റയും പിന്നെ എള്ളും പിണ്ണാക്കാണ് കേട്ടോ നമ്മളിവിടെ പൊതുവേ നമ്മുടെ കന്നാലികൾക്ക് കൊടുക്കുന്നത്. ബൂസ്റ്റർ എന്ന് പറയുന്ന തീറ്റ വളരെ നല്ലൊരു തീറ്റയാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുവാണ്, നിങ്ങളുടെ ആ ഭാഗത്ത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പശുക്കൾക്ക് എന്തായാലും മേടിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത്രയും അടിപൊളി തീറ്റയാണ്. കാരണം കന്നാലികളായാലും നല്ല മേനി വരാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ എത്ര വെള്ളം കുടിക്കാത്ത കന്നാലി ആയാലും ഈ ഒരു തീറ്റ കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ച് തുടങ്ങും കേട്ടോ. അത്രയും നല്ലൊരു വറുത്ത സ്മെല്ലാണ് അതിന് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തൃശ്ശൂരിലാണ് എങ്കിൽ ഞാൻ പറയുന്ന അവരുടെ നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് നോക്കി നോക്ക്. ഏറ്റവും സൂപ്പർ തീറ്റ ഞാൻ കണ്ട വർഷം നോക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റയാണ് കേട്ടോ ആ ഒരു തീറ്റ എന്ന് പറയുന്നത്. പാല് കിട്ടാനായാലും കന്നാലികളുടെ ശരീരത്തിനായാലും അടിപൊളി തീറ്റയാണ് കേട്ടോ ഈ ബൂസ്റ്റർ എന്ന് പറയുന്ന തീറ്റ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ തരാം. അപ്പോൾ അവർ അവിടെയൊക്കെ എത്തിച്ച് തരുമോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരുള്ളവർ വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ തരുന്നതായിരിക്കേ. അപ്പോൾ ഈ ഒരു തീറ്റ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു 7 മാസം തൊട്ടിട്ട് നന്നായിട്ട് നല്ല അളവിൽ ഇവർക്ക് നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടി കൊണ്ടുവരുന്നല്ലോ, അതുപോലെ ഒരു നല്ലൊരു പശുവിനൊക്കെ കൊടുക്കുന്ന തീറ്റയൊക്കെ കൊടുത്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു 9 മാസം തൊട്ടിട്ടൊക്കെ നല്ല തീറ്റയൊക്കെ കൊടുക്കുക. 10 ദിവസം കൊണ്ടല്ലോ എള്ളും പിണ്ണാക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എള്ളും പിണ്ണാക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല പാലൊക്കെ കിട്ടാനായിട്ട് സാധ്യത ഉണ്ട്. അത് പ്രസവിക്കുന്നത് വരെ പ്രസവിക്കണമെന്ന് ചിലപ്പോൾ തീറ്റ എടുക്കാനായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം. കാരണം പ്രസവിക്കണമെന്ന് ചിലവർ സിംറ്റംസൊക്കെ കാണിക്കുക, ചിലപ്പോൾ തീറ്റ എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ നിർബന്ധിച്ച് മരുന്നൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾ ഈ തീറ്റ അവരെടുക്കാണ്ടാകുമ്പോൾ വിചാരിക്കുക അവർ പ്രസവിക്കാണ്ട് ടൈം അടുത്ത് വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് അവർ തീറ്റ എടുക്കില്ല. അപ്പോൾ ആ തീറ്റ പ്രസവിക്കണം അന്ന് വരെ അവർ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം തൊട്ടിട്ട് അവർക്ക് കുറേശ്ശെ തീറ്റ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്.